ആരാണ്? ഗുഡ് മോർണിംഗ്. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. താങ്ക് യു മാം. നന്നായിരുന്നു ജ്യോതി. താങ്ക് യു മാം. മാം ഞാൻ പുറത്താണ് മാം. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാനൊന്ന് വന്നതാണ്. ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ? ഓക്കെ മാം. താങ്ക് യു മാം. കോട്സ് പറഞ്ഞോട്ടെ മാം. Good morning, ma'am. Good morning, my dear teachers. I am Fatima Nafla from Malpura. There is nothing heavier in the scales than good character. Prophet Muhammad. Thank you, ma'am. ഗുഡ് മോർണിംഗ് മാം. സൈനി ഞാനാണ്. ഇന്നൊരു 5 ഇഡിയംസ് പരിചയപ്പെടുത്തുവാണ്. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഒരു കഷ്ണം അല്ല, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഈസി, വളരെ ഈസി എന്നുള്ളതിനുള്ള ഒരു മോഡേൺ വേർഡ് ആണ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. അതായത് ഡോണ്ട് വറി അബൌട്ട് പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. നമ്മളിപ്പം പിള്ളേരോട് ഹൗ വാസ് യുവർ എക്സാം എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമാണെന്ന്. ഈസി എന്ന് പറയുന്നതിന് പകരം കുറച്ച് മോഡേൺ ആയിട്ട് പറയുന്നതാണ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. നെക്സ്റ്റ് വൺ, ബ്രേക്ക് ദി ഐസ്. ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു സഭയിൽ ഇരുന്ന് ഒരു സംസാരം തുടങ്ങുന്നതിനെയാണ് ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത്. സംവാദം തുടങ്ങുന്നതിന്. ഹി ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദി ഐസ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളും മോഡേൺ ആണ് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് ഇഡിയംസ് കൊണ്ട് ഇഡിയംസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ടുള്ള മീനിങ് നമ്മൾ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ മോഡേൺ ആയിട്ട്, ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ, കുറച്ച് നമുക്ക് ഒരു സഭയിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സംസാരിക്കണം. അപ്പൊ അതിനു വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇതെല്ലാം. ഇത് മീൻസ് ഞാൻ പറയുന്നതല്ല, ഈ ഇഡിയംസ് കൊണ്ട് ഇഡിയംസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നതിന്. ഫോർ എക്സാമ്പിൾ, ഹി ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദി ഐസ്. ഒരാൾ ഒരു തമാശ പറഞ്ഞ ആ ഒരു സഭയിലെ സംസാരം തുടങ്ങി എന്നുള്ളതിനാണ്. അവിടെ ടോക്കെന്നോ സ്പീക്കെന്നോ ഒന്നും വന്നിട്ടില്ല. ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺവെർസേഷൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. Okay. I welcome our respected ma'am and my lovely classmates
a very warm welcome to this beautiful day. Let's make it meaningful, cheerful, and full of learning. Thank you, ma'am. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് നിർത്തിയതാണ് കാരണം ആരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാം. നല്ലായിരുന്നു കേട്ടോ. ഇതേപോലെ 2-3 വേർഡ്സ് ഒക്കെ വെച്ച് ഓരോ ദിവസം പഠിക്കുന്നത് നല്ലതാണ്. Good morning, ma'am. ഗുഡ് മോർണിംഗ് തമന്ന. ഓക്കെ മാം, എനിക്കും ഒന്ന് പോകാനുണ്ടായിരുന്നു. ഞാൻ എന്റെ പിങ്ക് ടവർ ഒന്ന് കാണിച്ചോട്ടെ? ഓക്കെ. കഴിഞ്ഞ ദിവസം എനിക്ക് 18 കുട്ടി പിങ്ക് ടവർ ചെയ്ത് വീഡിയോ ആക്കിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാരായിരുന്നു? അത് രസ്നയായിരുന്നു. രസ്നയായിരുന്നു. നല്ലായിരുന്നു കേട്ടോ. എല്ലാ ടീച്ചർമാരും പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. താങ്ക് യു മാം. ഓക്കെ, നന്നായിട്ടുണ്ട്. ശരി ശരി മാം, താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നോർമലൈസേഷൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മള് ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ 6th പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? 6th പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് ഫിയർ. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് ഫിയർ. ഈ കുട്ടികളിൽ ചെറുപ്പത്തിൽ നമ്മൾ കഥകളുടെ രൂപത്തില് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുട്ടികളോട് നമ്മൾ ഒരു ഫിയർ, ഒരു ഭയം അവരുടെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് ഇല്ലേ? നമ്മള് എന്താ പറയാ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഇന്ന ആള് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇന്ന പോലെ ആയിരിക്കും. അങ്ങനെ അവർക്ക് മനസ്സിലേക്ക് ഒരു ഭയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് വിട്ടുകൊടുക്കുന്നുണ്ട്. ആ ഭയം അത് വലുതാകുമ്പോഴും ചിലപ്പോ ആ ഭയം അങ്ങനെ തന്നെ ശരിക്കും എന്താണ് ലൈഫ് ലോങ് ആ ഭയം ഉണ്ടാവും. അത് ഇൻജൂറിയസ് ഒന്നല്ല, ആ കുട്ടീനെ സംബന്ധിച്ച് ഇൻജൂറിയസോ ഹാർംഫുള്ളോ ഒന്നുമല്ല. ബട്ട് എന്താണ്, ബട്ട് എങ്ങനെയാണ് ആ ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാവും. ഇപ്പോ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു കുഞ്ഞിലൊക്കെ. അപ്പൊ എന്റെ അമ്മ മുകളിലോട്ട് ഉയരങ്ങൾ പോയി കഴിഞ്ഞാല് വീഴോലോ. അപ്പൊ ഞങ്ങളുടെ സ്റ്റെയറിന് സ്റ്റെപ്പില്ല. അപ്പൊ സ്റ്റെയറിന് ഇങ്ങനെ പിടിച്ചു പോകാനായിട്ട് കൈവീരില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അമ്മ പറയും, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് വീഴും, നീ ഇടിഞ്ഞൊളിഞ്ഞ് വീഴും എന്ന് പറയും. അങ്ങനെ ചെറുപ്പത്തിലെ പറയുമായിരുന്നു. ചെറുപ്പത്തിൽ നിന്ന് കുഞ്ഞു കൊച്ചായിരുന്ന സമയത്ത് അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അത് കയറാതിരിക്കാൻ വേണ്ടി അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു എന്താ പറയാ, ഒത്തിരി നാള് ഈ സ്റ്റെയർ ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു. സ്റ്റെയർ കയറാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും എന്നെ എടുത്തോണ്ട് കയറാണെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കയറില്ല. ജസ്റ്റ് ഒരു ഫിയർ ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫിയർ. അന്ന് അമ്മ നല്ലതിന് വേണ്ടി പറഞ്ഞതായിരിക്കും. ഞാൻ മുകളിൽ കയറി ഒറ്റയ്ക്ക് കയറി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, നടന്നു തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു എന്താണ് ഒരു കള്ളമാണ്. പക്ഷെ അത് എനിക്ക് ഒത്തിരി നാള്, ഒത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8ാം ക്ലാസ് ഒക്കെ വരെ സ്റ്റെപ്പ് കയറാൻ പേടിയാണ്. ഇപ്പോഴും എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ചിലപ്പോ ആ ഒരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട്. ഭയങ്കര പേടിയാ ഹൈറ്റ്. ഫിയർ, ഫോബിയ നമ്മൾ കേട്ടിട്ടില്ലേ? ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഒത്തിരി ഫോബിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഫോബിയാസ് ഉണ്ടാവും. അപ്പൊ നമ്മളില് എനിക്കിപ്പോ ഹൈറ്റിനെ പേടിയാണ്. അതേപോലെ തന്നെ വേറെ ചില ജീവികളെ കാണുമ്പോൾ ചിലവർക്ക് പേടി ഉണ്ടാവും. അപ്പൊ ഓരോ വ്യക്തിനനുസരിച്ച് ഓരോ പേടിയില്ലാത്ത ഒരാളെ തിരിയിട്ടുണ്ട് മുന്നേതാ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേടിയായിരിക്കും കേട്ടോ. ചെറുപ്പത്തിലെ പറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു കള്ളാണ്
അതെനിക്ക് ഇപ്പോഴും ഇപ്പോഴെന്നല്ല ഇപ്പൊ മാറിയിട്ടുണ്ട്, ഒത്തിരി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ഹൈറ്റ് ഒക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റെപ്പൊക്കെ മുമ്പ് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ കുറച്ച് കയറുമ്പോൾ തന്നെ ഞാൻ പേടിയായിട്ട് താഴത്തേക്ക് നോക്കും. പിന്നെ ഞാൻ ആ സ്റ്റെപ്പിൽ നിന്ന് ഒരു അടി മുന്നോട്ട് വെക്കില്ല, താഴത്തേക്ക് ഇറങ്ങില്ല, അവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ആ പ്രശ്നമൊന്നുമില്ല, കുറച്ചും കൂടി മാറി. ഫിയറൊക്കെ ഞാൻ ഒരു പരിധി വരെ അത് ചെയ്ത് തന്നെ ശീലിച്ച് അതൊക്കെ മാറിയിട്ടുണ്ട്. അഡൽട്ട് പാസ് എ ഫിയർ ഓർ ഫോബിയ ടു ചിൽഡ്രൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫിയർ, ഈ ഭയം അല്ലെങ്കിൽ ഫോബിയ ആരാണ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്? മുതിർന്നവരാണ്. ഫോർ സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഇൻജൂറിയസ് ഓർ ഹാർംഫുൾ. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടീനെ സംബന്ധിച്ച് ഇൻജൂറിയസോ അല്ലെങ്കിൽ ഹാർംഫുള്ളോ അല്ല. സംടൈം അഡൽട്ട് ടെൽ ചിൽഡ്രൻ സ്റ്റോറി ടു സേർവ് ദം ഇൻടു ഡൂയിങ് സംതിങ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പേടിപ്പിച്ചിട്ടായിരിക്കും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ വെളിച്ചപ്പാടില്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ വെളിച്ചപ്പാടിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്. കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെളിച്ചപ്പാട് പിടിച്ചിട്ട് പോകും. അപ്പൊ ആ കുട്ടിക്ക് ആ വെളിച്ചപ്പാടിനെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. ആ വെളിച്ചപ്പാടിന്റെ അടുത്തേക്കൊന്നും പോകില്ല. കാരണം അരിവാളും അതേപോലെ തന്നെ പട്ടൊക്കെ കൊടുത്ത് വരുന്ന കാണുമ്പോൾ തന്നെ അത് പേടിയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഫിയർ അല്ലെങ്കിൽ ഒരു ഫോബിയ നമ്മൾ അഡൽട്ട് പല കഥകളിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവരിവൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ പ്രിസർവേഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചർ. ഒരു പരിധി വരെ നല്ലതാണ് ഈ ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരിക്കും. ഇപ്പം കുളമൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, കുളത്തില് മുതലുണ്ട്. അപ്പൊ കുട്ടി എന്തായാലും മുതലുള്ളതുകൊണ്ട് കുട്ടി എന്തായാലും അങ്ങോട്ട് പോകില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്, എന്നാൽ ഈ ഫിയർ ചിലപ്പോ ആ കുട്ടീനെ എന്താണ് ഡീവിയേറ്റഡ് ആക്കാനുള്ള കാരണമായിട്ട് മാറും. ആ കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. പലവർക്കും ഉണ്ടാവും ഓരോ ഫോബിയാസ്. അപ്പൊ എനിക്ക് ഹൈറ്റിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടോ? മുനീറയ്ക്ക് മാത്രമാണ് പേടിയില്ലാത്തത്. സ്നേക്കും ഡോഗിനെയും പേടിയാണ്. ഓക്കെ, എനിക്ക് പണ്ട് പേടിയായിരുന്നു, ഇപ്പോഴാണ് പേടി മാറിയത്. എനിക്കിപ്പോഴാണ് ഉയരം പേടി. എനിക്കിപ്പോഴാണ് മാം ഉയരം പേടി. പണ്ടില്ലായിരുന്നു, ഉയരൊന്നും പേടിയില്ല. പേടിയില്ല എന്ന് പറയാൻ ഞാൻ ചെറുതായിരുന്ന സമയത്ത്, അതായത് ഇപ്പൊ കേട്ടാണ്, അച്ഛമ്മയും അമ്മയൊക്കെ ഞാൻ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കേട്ടൊരു കഥയാണ്. കഥയല്ല, നടന്ന കാര്യമാണ്. ഞാൻ മുട്ടിലരയുന്ന സമയത്ത് ഒരുറക്കം എഴുന്നേറ്റിട്ട് വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്തോ കുറുക്ക് കഴിച്ചിട്ട് വീണ്ടും വേണമെന്ന് ഇങ്ങനെ അവർക്ക് തോന്നിയപ്പോൾ അത് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയ സമയത്ത് ഞാൻ വീടിന് പുറത്തിറങ്ങി, മുട്ടിലഴഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പറമ്പിന് തൊട്ടടുത്തായിട്ടൊരു വീടും കൂടി ഉണ്ട്. ആ വീടിലെ അടുക്കള വാതിൽ തുറന്നെടുക്കായിരുന്നു. ഞാന് ആ പറമ്പത്തൂടെ മുട്ടിലഴിഞ്ഞിട്ട് അടുക്കള വാതിൽ പോയിട്ട്, എന്നെ വീട് ഫുള്ള് ഇവിടെ എല്ലാവരും തപ്പുന്നുണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല. അതിലഴിഞ്ഞിട്ട് ഞാൻ അവരുടെ സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിൽ ചെന്നു. നിലയിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് കരയാണ്. മുകളിലേക്ക് കയറി, പക്ഷെ താഴേക്ക് ഇറങ്ങാൻ അറിയില്ല. അവിടെ ഇരുന്ന് കരയാണ്. അവിടെ ആരും കേൾക്കുന്നില്ല. അവിടെ ആണെങ്കിൽ അവിടുത്തെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ പ്രായമുള്ള. നമുക്ക് ഇവിടെ റിലേറ്റീവ്സ് തന്നെയാണ്, പക്ഷെ അവർ അറിയുന്നില്ല ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിവരം. അങ്ങനെ ഇവിടെ ഒക്കെ തപ്പി നടന്നിട്ട് പുറത്ത് കുളം ഉണ്ടായിരുന്നു, കുളത്തിൽ പോയി നോക്കി, അവിടെയെങ്ങും ഇല്ല എന്ന് ഉറപ്പ് വന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കരച്ചില് കേട്ടിട്ട് അമ്മ മെല്ലെ ചെന്ന് നോക്കുമ്പോ ഞാൻ മുകളിൽ ഇരുന്നിട്ട് കരയുക, താഴേക്ക് ഇറങ്ങാൻ അറിഞ്ഞൂടാ. അതിങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ അതിന് ശേഷം എനിക്കിപ്പോ ഉയരം ഭയമായി തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നിലത്ത് വീണിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ, ആ ചെറുതിലെ മുട്ടിലഴിയുന്ന സമയത്ത്. അപ്പൊ അത് ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഇപ്പൊ ഭയം തോന്നുന്നു അത് ഓർക്കുമ്പോ. ഓക്കേടാ. അപ്പൊ ഹൈറ്റ് പേടി എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫിയർ കുട്ടികളിൽ ഒരു പരിധിവരെ നല്ലതാണ്, പക്ഷെ ഓവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീവിയേഷന് കാരണമാകുന്നുണ്ട് കുട്ടികളിൽ. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള ഓരോ ഇതേപോലെ നമ്മളുടെ കഥകളിലൂടെ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഭയം നമ്മളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മളായാലും ഹൈറ്റിനെ പേടിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ചെറുപ്പത്തിലെ കേട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മിക്ക കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് പാറ്റിനെ പേടിയാ, അപ്പൊ അത് ചിലപ്പോ ചെറുപ്പത്തിലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ജീവികളോട് ഭയങ്കര പേടിയാണ്, ബാക്കി ജീവികളോടൊന്നും പേടിയൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർക്കും അതിൻ്റെതായ ഫോബിയാസ് അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവും. ഇനി ലൈസിനെ കുറിച്ചാണ് പറയുന്നത്. ലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താണ്? കള്ളം. ഓക്കെ, ലൈസ് എന്ന് വെച്ചാൽ നുണാന്നാണ് അർത്ഥം. കുട്ടികളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മൾ കുട്ടികളോട് കള്ളം പറയാൻ പാടില്ല.
അവർക്ക് മനസ്സിലായി അങ്ങനെ പറയുന്നത് കള്ളാണ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും, അത് പറഞ്ഞു തുടങ്ങും. നമ്മൾ അവരോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും, നമ്മളോട് തിരിച്ച് കള്ളം പറയാൻ തുടങ്ങും. അപ്പൊ കുഞ്ഞു കുട്ടികളോട് അത് മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. ഇപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കാര്യം സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ലൈസ് നമ്മൾ കുട്ടികളോട് പറയാനായിട്ട് പാടില്ല. നമുക്ക് ഈ ലൈസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ് പാല് കുടിച്ചോ, അപ്പൊ അവര് പറയായിരിക്കും അവൻ കുടിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മുതിർന്ന ആളായിരിക്കും കുടിച്ചിട്ടില്ലേ, ബ്രദർ ആയിരിക്കും കുടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കുടിച്ചു, ഞാൻ വയറ് കുടിച്ചു. ആപ്പിള് കഴിച്ചോ, ഞാൻ കഴിച്ചു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല അവര്, പക്ഷെ ആ ഒരു ഓക്കെ, ആ ഒരു ടൈമിലേക്ക് ഡിഫൻസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു കള്ളം പറയുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫൻസ് ലൈസ് എന്ന് പറയുന്നത്. ഡിഫൻസിന് വേണ്ടി പറയുന്ന കള്ളങ്ങള്. ഞാൻ എന്താ പറഞ്ഞത്, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ കഴിച്ചു. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവോ, എക്സാമിൽ പാസ്സാവോ, പാസ്സാകും, എനിക്ക് 98% മാർക്ക് ഉണ്ട്. ജസ്റ്റ് ഡിഫൻസ് ആണ്, അത്രയും നാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കള്ളം. ഇതാണ് എന്താ ഡിഫൻസ് ലൈ എന്ന് പറയുന്നത്. അപ്പോ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലൈ ആണ് സോഷ്യൽ ലൈ. സോഷ്യൽ ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് മാം. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് വിഷമാവണ്ടാന്ന് തോന്നിയിട്ട് പോലും നിങ്ങൾ എന്ത് പറഞ്ഞു, എന്റെ ക്ലാസ് ഒക്കെ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് പറയാണ് ഈ ഡ്രസ് എങ്ങനെയുണ്ട്, എനിക്ക് മാച്ച് ആണോ? അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. എന്നാ പോലും പറയുന്നത് സൂപ്പറാണ് മാം, നല്ല രസമുണ്ട് എന്നൊക്കെ പറയണത് എന്താണ്, ഒരു സോഷ്യൽ ലൈ ആണ്. മറ്റൊരാൾക്ക് വിഷമം തോന്നണ്ട എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്ന ലൈനാണ് നമ്മൾ എന്താ പറയുന്നത്, സോഷ്യൽ ലൈ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് ഡിഫൻസ് ലൈ ആണ്. എന്താണ്, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഡിഫൻസിന് വേണ്ടി കഴിച്ചു. നമ്മളായാലും പറയില്ലേ, നമ്മളിപ്പോ ലഞ്ച് കഴിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ലഞ്ച് കഴിച്ചു. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മിസ് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് ഡിഫൻസ് ലൈ ആണ്. സോഷ്യൽ ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായാലും ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ? അപ്പൊ ആൾക്ക് വിഷമാവണ്ടാന്ന് തോന്നിയിട്ട് നമ്മൾ പറയും നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയും കുഴപ്പമില്ല, നല്ലതാട്ടാ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ലൈ ആണ്. ഇനി ഫാന്റസി ലൈ ആണ്. ഫാന്റസി ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ, എന്റെ വീട്ടില് പറക്കണ കുതിരയുണ്ട്, വെള്ള കളറിൽ ചിറകുള്ള പറക്കണ കുതിരയുണ്ട്, ഭയങ്കര അവൻ എപ്പോഴും ഫാന്റസി വേൾഡിലാണല്ലോ. അപ്പൊ അവൻ കുറച്ചുകൂടി എന്താ പറയാ ഇമാജിനേറ്റീവ് ആയിട്ട് അവൻ ക്രിയേറ്റ് ചെയ്യാണ്. അവന്റെ വീട്ടിൽ എന്തുണ്ട്, വെള്ള കുതിരയുണ്ട്, അതിന് 2 ചിറകുണ്ട് എന്നൊക്കെ ഉള്ളത് ഫാന്റസി ലൈ ആണ്. നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ ലൈ. ആത്മീയ നുണകൾ എന്ന് വെച്ചാൽ നമ്മള് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് മതം അല്ലെങ്കിൽ മതമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മള് നുണകൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നുണയാണോ അല്ലെങ്കിൽ അത് ശരിക്കും ഓരോരുത്തരും വിശ്വാസമായിരിക്കും. പക്ഷെ അത് ഒരു ടൈപ്പ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നിട്ടുള്ള വിശ്വാസങ്ങൾ നല്ലതാണ്. സ്പിരിച്വൽ ലൈസ് അങ്ങനെയാണോ? അതെ അതെ, ഓക്കെ. പ്രേതമുണ്ട്, ഞാൻ ദൈവത്തിനെ കണ്ടു, എന്താണ് അതേപോലത്തെ ലൈകൾ സ്പിരിച്വൽ ആയിട്ട് കുറച്ചുകൂടി ആത്മീകമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫിനെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇടും. ഇപ്പൊ ഇന്ന ആള് പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടൊക്കെ കഥകൾ പറഞ്ഞു, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പൊ പറയില്ലേ മനുഷ്യന്റെ രൂപം, പോത്തിന്റെ കാല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ടു, ഇരുട്ടത്തെ കണ്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ എന്താണ്, സ്പിരിച്വൽ ലൈഫ് ആണ്. അതേപോലെ അങ്ങനത്തെ ലൈഫിനെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 4 ടൈപ്പ് കള്ളങ്ങൾ പറഞ്ഞു, ഡിഫൻസ് ലൈഫ്, സോഷ്യൽ ലൈഫ്, ഫാന്റസി ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അപ്പൊ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കള്ളം പറയാൻ പാടില്ല, അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കാനും പാടില്ല. കള്ളം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡീവിയേഷന്റെ ഒരു ഭാഗമാണ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് അത് ശരിക്കും പറഞ്ഞ കള്ളല്ലേ, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പക്ഷെ പറഞ്ഞു പോവും മാം, ആ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കില്. ഇപ്പൊ നേരെ വേണമെങ്കിൽ പാട്ട് പാടിക്കൊടുക്കും, എന്നിട്ടും ഉറങ്ങൂല. അപ്പൊ പിന്നെ നമ്മള് പറഞ്ഞു പോവും. അത് ചില
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയം ആ വരില്ല. വവ്വാല് വന്ന് പിടിച്ചോണ്ട് പോവും, പട്ടി വന്ന് പിടിച്ചോണ്ട് പോവും, 4 കാലുള്ള പട്ടി ഉണ്ടെന്നൊക്കെയാ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ കള്ളം പറഞ്ഞിട്ടില്ലേ കുട്ടിനെ പേടിപ്പിക്കുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഭയം, അവർ ഒറ്റയ്ക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ ഒരു ഭയം അവരുടെ മനസ്സിൽ വരും. അങ്ങനെ ഭയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ആക്ടിവിറ്റീസും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മളില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പരിധിവരെ കുട്ടികളിൽ ഫിയർ ഇടാതിരിക്കാനായിട്ട് നോക്കുക. നമ്മളായിട്ട് കുട്ടികളിലേക്ക് ഈ ഭയം ഇടാതിരിക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളോട് നുണ പറയരുത്. അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, ഇത് ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയണം അല്ല, ഇത് ഓറഞ്ച് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ചിലപ്പോ ഹസ്ബൻഡിനോട് ചോദിക്കും ഇത് ഓറഞ്ച് ആണോ, ചിലപ്പോ ഓറഞ്ച് ആയിരിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ ഇത് ഓറഞ്ച് ആണ്, അമ്മേനോട് കള്ളം പറഞ്ഞല്ലേ എന്ന് പറയും. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. കാരണം നമ്മള് അവരോട് കള്ളം പറയുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. നമ്മൾ എന്ത് കാര്യമായാലും കുട്ടികളോട് പറയാനായിട്ട് നോക്കാം. കുറച്ചൊക്കെ മറച്ചു വെക്കാം, പക്ഷെ ഒരു കാര്യം കള്ളം പറയാതിരിക്കാൻ നോക്കാം. നമ്മൾ മാക്സിമം എന്ത് ചെയ്തത് കുട്ടികളോട് കള്ളം പറയരുത്. നമുക്ക് എന്താണ് ഈ ലൈഫ് നോക്കാം. Defense life. Children refers to having done something to make the adult or lie by saying he has done something when he has not. ഇവരെ കുട്ടി അഡൽട്ടിൽ നിന്ന് അഡൽട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഡിഫൻസ് എന്ന രൂപത്തില് ഞാൻ ചെയ്തു, ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഫ്രൈഡേ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രൈഡേ ചോദിക്കാൻ അവരുടെ അടുത്ത് ഹോംവർക്ക് ഒക്കെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവര് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടെന്നേ പറയുള്ളൂ. കാരണം എന്താണ്, നമ്മൾ കളിക്കാൻ പറ്റില്ല, ഹോംവർക്ക് ചെയ്യാൻ നമ്മൾ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, ഡിഫൻസ് ഞാൻ ചെയ്തു, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അവര് സൺഡേ ആകുമ്പോഴും ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇരുന്ന് ചെയ്യണ കാണാൻ പറ്റും. ദാറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫൻസ് ലൈഫ്. The child is afraid of how the adult will react to the situation. അത് ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരെ പേടിയാണ്. അതെങ്ങനെ റിയാക്ട് ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിച്ചോ നീ ചോദിക്കുമ്പോ ഭക്ഷണം കഴിച്ചോ, അതൊരു കള്ളാണ്. അത് നമ്മള് വഴക്ക് പറയുന്നത് കൊണ്ടാണ്, വഴക്ക് പറയൂ എന്ന് പേടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കള്ളം പറയുന്നത്. നമ്മൾ വഴക്ക് പറയാണ്ട് നല്ല രീതിയിൽ പെരുമാറാണെങ്കിൽ ഒരു കാരണവശാലും അവർ നമ്മളുടെ അടുത്ത് പറയില്ല, കള്ളം പറയാൻ പറ്റില്ല. ഇനി സോഷ്യൽ ലൈഫ് ആണ്. ലിറ്റിൽ വൈറ്റ് ലൈസ്, കുറച്ച് വെള്ളപൂച്ച എന്നൊക്കെ പറയും. ഓക്കെ, ചിൽഡ്രൻസ് ടേക്ക് അപ്പ് ദിസ് ഫ്രം ദ എൻവയോൺമെന്റ്, നോർമലി ഫ്രം ആൻ അഡൾട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ കണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഈ സോഷ്യൽ ലൈഫ് പറയണേ. ചിൽഡ്രൻസ് ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. അവർ സ്വന്തം അഭിപ്രായം പറയാനായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, ഒരു മനസ്സുണ്ടാവില്ല. കാരണം ഇപ്പൊ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും അത് ഇഷ്ടമായില്ല എന്ന് പറയാനായിട്ട് നമുക്ക് തോന്നില്ല. എന്തെങ്കിലും നമ്മൾ കളിപ്പാട്ടുകളോ ഡ്രസ്സോ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് ഇഷ്ടമായോ മോനെ, അപ്പൊ അവർ നമ്മളുടെ മുഖത്തേക്ക് നോക്കും ഭയങ്കരമായിട്ട്. എന്നിട്ട് കള്ളം പറയണോ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ കള്ളം പറയണോ, വിഷമിപ്പിക്കണോ എന്ന് ആലോചിച്ചിട്ട് ഇഷ്ടമായി എന്ന് പറയും. ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കേട്ടാ സാനിയ. ഓക്കെ, അപ്പൊ ദാറ്റ്സ് കൈൻഡ് ഓഫ് എന്താണ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ച് അവർ സ്വന്തം അഭിപ്രായം പറയാനായിട്ട് അവരെന്തെങ്കിലും വോയിസ് ഉയർത്തൂല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലൈഫിനെയാണ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫാന്റസി ലൈഫ്. The child will be able to tell an extraordinary story to shock or interest the adult. നമ്മളെ അയാളും പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് പറയും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കഥ പറയും. ഞാനെന്ന് പറഞ്ഞ വഴിക്ക് ഒരു പറക്കണ കുതിര വന്ന് പറന്നു പോണത്, അല്ലെങ്കിൽ അവിടെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും എന്ത് കുതിര, പറക്കണ കുതിര. അവർക്ക് ഇമാജിനേറ്റീവ് ആയിട്ട് അവർ ഒരു കുതിരനെ അതേപോലെ രണ്ട് ചിറകും ഒക്കെ അവർ ഇമാജിനേറ്റീവ് ആയിട്ട് നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കള്ളം പറയുന്നത്. സോ അവരപ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ അറ്റൻഷൻ ആണ്. ദിസ് ഈസ് ദ വേ ടു ക്രൈ ഫോർ അറ്റൻഷൻ ഓർ ഫിറ്റ് ഇൻ വിത്ത് ദ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ആക്ട് ആവാൻ വേണ്ടി, ചിലപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്യാങ് ആണെന്ന് വിചാരിക്കുക, ആ ഗ്യാങ്ങിലേക്ക് നമ്മൾ ആക്ട് ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് പറയും, കള്ളം പറയും. ചിലപ്പോ അവരുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹൈ ക്ലാസ് ആണെന്ന് മനസ്സിലായിട്ട് അവർ പറയും എന്റെ പപ്പയും മമ്മിയും വർക്ക് ചെയ്യുന്ന ആളെ ബിസിനസ്സുകാരാണ്, അവർക്ക് ഇതിന്റെ കാർ ഉണ്ട്, ഇങ്ങനെയൊക്കെ അവർ കള്ളം പറയും. ജസ്റ്റ് ഫാന്റസി ലൈഫ് ആണ്. അവർ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് അവരെ അഡാപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയുന്നത് കള്ളാണ്. Children always have one better story than next.
കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കഴിവാണ് അത്. ഭയങ്കരമായിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്ന് നല്ല അടിപൊളിയായിട്ട് കഥകൾ പറയും, ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനത്തില്ലേ അവിടെ ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, നമ്മളെ കയ്യിലെടുക്കും. അങ്ങനെ ഫാന്റസി ലൈഫ്സ് അവർ നമ്മളെ പിടിച്ച് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്ത് പറയും, ഈ കള്ളങ്ങൾ. ഓക്കെ, ഇനി സ്പിരിച്വൽ ലൈഫ്സ് ആണ്. സച്ച് ഡീവിയേഷൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ ഒരു ഫാന്റസിയിലായി കുട്ടികൾ പറയുന്നത്, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ശരിക്കും പ്രോത്സാഹനം കൊടുക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു ഇമാജിനേഷന് അങ്ങനെയല്ല, നിങ്ങൾ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇല്ലടാ, ഫാന്റസി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഇമാജിനേറ്റീവ് ആയിട്ട് പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ പറക്കണ കുതിര അങ്ങനെയൊക്കെ പറയുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. നമുക്ക് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഫാന്റസി ആയിട്ട്. പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞ എന്താണ്, ഇപ്പൊ ഒരു ഗ്രൂപ്പിലേക്ക് ആക്ട് ആവാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കള്ളം. എന്റെ അച്ഛന് 2 കാറുണ്ട്, ഇന്നതുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോ അതെനിക്ക് 2 ഉണ്ട് എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ, എനിക്ക് സ്പോർട്സ് കാർ ഉണ്ട്, അതാണ് ഇതാന്നൊക്കെ പറയുന്നത്, അതും ഒരു ഫാന്റസി കൈൻഡ് ഓഫ് ഫാന്റസി ലൈനാണ്. ശരിക്കും പറഞ്ഞാൽ നോട്ട് ഹാർംഫുൾ ആണ്, കുട്ടികളെ ഹാർംഫുൾ ഒന്നല്ല, അവരുടെ ഇമാജിനിൽ വരുന്നതാണ്. പക്ഷെ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതും ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആയിട്ട് മാറും. ഓക്കെ, ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ചെറുപ്പത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സച്ച് ഡീവിയേഷൻ സ്റ്റാർട്ട്സ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് ഇറ്റ്സ് ഓൾസോ അപ്പിയർ ഇൻ അഡൾട്ട്ഹുഡ്. സ്റ്റാർട്ട് ചെയ്യുന്ന ചൈൽഡ്ഹുഡും അത് അപ്പിയർ ചെയ്യുന്നത് എപ്പോഴാണ്? അഡൾട്ട്ഹുഡ്. അവർ മുതിർന്ന് കഴിയുമ്പോഴായിരിക്കും അത് അവരുടെ ഇതിലേക്ക് വരുന്നത്. When you accept your deviation, so as if they were part of your personality, you will live by your deviation rather than revealing your true nature. അപ്പോൾ നമ്മള് ചില സമയത്ത് നമ്മള് ചെറുപ്പത്തിലെ മുതല് ഈ ഒരു സ്പിരിച്വൽ ലൈഫ് വിശ്വസിച്ച് വന്നിട്ട് മുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. കാരണം ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ക്യാരക്ടറായിട്ട് അത് കൂടുതലായിട്ട് മിങ്കിളായിട്ടുണ്ടാവും സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, അങ്ങനെ വരുന്നത് നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. നമ്മൾ ട്രൂ നേച്ചർ അവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കാൻ, റിസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കാൻ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും പ്രേതമൊന്നും ഇല്ല, എനിക്ക് ഭയങ്കരതായിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ചെറുപ്പത്തിലേ ഉള്ള പ്രേതം അല്ലെങ്കിൽ ഇരുട്ട് ഒക്കെ കാണുമ്പോഴത്തെ ഭയം കാരണം അവർക്ക് ഒരു കാര്യം രാത്രികളിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് വലിയ പ്രേതം കാണുന്നു നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അവരുടെ മതം വളരെ ഇതായിട്ട് എടുക്കും. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരുപാട് എന്താ പറയാ, ഒരു പരിധി വരെ എല്ലാം ഓക്കെയാണ്. അതിൽ കൂടുതലാകുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ട് എന്ത് കാര്യത്തിനും ഭയങ്കരമായിട്ട് റിലീജിയസ് ആവുന്ന ആൾക്കാർ. ഇപ്പോ ഞാൻ പറയാട്ടോ, എന്റെയൊക്കെ വീടിന്റെ അടുത്ത് ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കള്ളാണ് കേട്ടോ. ആ അമ്മൂമ്മയുടെ മരുമോള് മിറ്റടിക്കാണ്. മിറ്റടിച്ചു കഴിഞ്ഞിടത്ത് ഒരു ഇല വീണുന്ന്. ഇല വീണത് പ്ലാവിന്റെ ഇലയാണ്. അത് കമന്ന് വീഴാണ്ട് മലന്ന് വീണു. എന്ന് വെച്ചാല് ഫ്രണ്ട് വശം ഇങ്ങനെ വീണു. അപ്പൊ ആ അമ്മൂമ്മ ചോദിക്കാണ്, അമ്മയാണ് ആ ചേച്ചിയുടെ അമ്മയാണ്, അമ്മായിയമ്മ ചോദിക്കാണ്, എന്താ സംഗീത ആ ഇല അങ്ങനെ വീണത്? നീ അടിച്ചത് കൊണ്ടാണ് ആ ഇല വീണേന്ന്. അപ്പൊ അവരൊക്കെ അതൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് റിലീജിയസ് ആണ്. ചെറിയ കാര്യം ഇല മറിഞ്ഞ് വീണതിന് പോലും കുറ്റമല്ല, ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോ അവർ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യും, സ്പിരിച്വൽ ആയിട്ട്. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ ഡീവിയേഷൻ ത്രൂ ഔട്ട് അന്ധവിശ്വാസം സെയിം, അത് ത്രൂ ഔട്ട് അവരുടെ ലൈഫ് ലോങ് അത് കൊണ്ടുവരും. നമ്മൾ കുട്ടികളിലേക്ക് അത് ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ അവരിലും അതേ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അവരും ഈ സ്പിരിച്വൽ ലൈഫിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങും. ഒരു വിശ്വാസം നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലും എന്നോടും അങ്ങനെയായിരുന്നേ. രാവിലെ എല്ലാവരും എണീക്കണം, അതുപോലെ എന്താണ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. രാവിലെ വിളക്ക് വെക്കുക, അങ്ങനെ ഒത്തിരി നമ്മള് തലമുടി ഒരു വീട്ടില് പെരക്കാത്തങ്ങനെ വീണ അതിനിങ്ങനെ വേറൊരു നെഗറ്റീവായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച് വന്നിട്ട് പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസം ഉള്ള ഒരാളല്ല. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചും വിളക്കും വെക്കണ്ട അല്ല അങ്ങനത്തെ യാതൊന്നിനെ കുറിച്ച് ഒരു നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു കെട്ടിയ അവസ്ഥയിൽ വളർന്നിട്ട്
നമ്മളെങ്ങനെ കൂട് തുറന്നു വിടില്ലേ, അതേ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഇവിടെ വന്നു. പുള്ളിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അമ്മായിമ്മയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരു കാര്യവും. അപ്പൊ അതുകൊണ്ട് പിള്ളേർക്കൊന്നിനും അങ്ങനത്തെ കുറിച്ച് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കേടാ, അത് ചില ആൾക്കാരിൽ ഉണ്ടാവും. അപ്പൊ അവര് അഡൽട്ട് മുതിർന്നവർ ഈ കുട്ടികളിലേക്ക് ഈ സ്പിരിച്വൽ ലൈഫ്സ് അവരെന്ത് ചെയ്യും, പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് ഒരു പരിധിവരെ നമ്മൾ വിശ്വാസമാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അങ്ങനത്തെ വിശ്വാസം പാസ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതല്ല എന്ന് പറയും. അപ്പോ സ്പിരിച്വൽ ലൈഫ് നമ്മൾ നോക്കി, ഡിഫൻസ്, സോഷ്യൽ, ഫാന്റസി, സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, നമ്മളപ്പോ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഈ ലാസ്റ്റ് പോർഷനും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ടൈപ്പ് ഓഫ് ഡീവിയേഷൻ മുതൽ ഈ ലൈഫ് വരെയും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്കറിയാലോ മോണ്ടിസോറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഒരു 5 minutes തരാം. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ക്ലിയർ ആണ് എല്ലാവർക്കും? ഈ ഡിഫൻസ് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് തന്നെ മറ്റൊരാളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ആ ഒരു അല്ല. ഹലോ അമ്മ അതില്ലേടാ, അമ്മ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഞാൻ ഡിഫൻസ് ലൈയും സോഷ്യൽ ലൈയും ഒന്ന് പറയാമോ? ഒന്നും കൂടി ഒന്ന് പറയാമോ? കുട്ടികൾക്ക് ഈ അതേഴ്സിനെ ഭയങ്കര പേടിയായിരിക്കും.
അപ്പൊ അഡൾട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർക്ക് അറിയാൻ പറ്റൂല. അപ്പൊ അഡൾട്ട് ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് അവർക്ക് പേടിയായിരിക്കും, കുട്ടികൾക്ക് പേടിയായിരിക്കും. അപ്പൊ കുട്ടികൾ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി പറയും, ചെയ്തിട്ടില്ലെങ്കിൽ പോലും പറയും ഞാൻ ചെയ്തു ട്ടാ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം ഫുഡ് കഴിച്ചോ. നമ്മുടെ മക്കളോട് ചോദിക്കുകയാണ്, മക്കൾ പരീക്ഷയല്ലേ നീ ആ പാഠം പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ അമ്മ പഠിച്ചു എന്ന് പറയുന്നത് ഡിഫൻസ്. ഡിഫൻസിലായി. ഇപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ സോഷ്യലായി ആണെങ്കിൽ മോൻ നല്ല സാരി കൊടുത്തിട്ട് വന്നിട്ട് മോനോട് ചോദിക്കുകയാണ് ഈ കളർ സാരി എനിക്ക് ചെയ്തോ. മോൻ റെഡി ആയിട്ട് എവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവര് പറയാനും പറ്റുന്നില്ല. എന്നുവെച്ചാല് നമ്മളോട് ചോദിക്കും, ഒരാൾ വന്നിട്ട് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ചോദിക്കും നല്ല ഭംഗിയുണ്ടോ, എങ്ങനെ എനിക്ക് ചെയ്തതെന്നോ ചോദിക്കുമ്പോൾ നമ്മളായാലും പറയില്ലേ നല്ലതാണ്. അവർക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്ന കള്ളം, അവർക്ക് എന്ത് ഫീൽ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കള്ളമാണ് സോഷ്യൽ ലൈഫ്. ആ ഒരു സ്നേഹം നഷ്ടപ്പെടണ്ട, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മള് എടുത്തിട്ട് പറയണ കൊള്ളൂല. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ പറയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് പറയും ഇഷ്ടമായില്ലെങ്കിൽ ഇതൊന്നും ചേർന്നില്ല എന്ന് പറയും. അവർ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കേട്ടാ എന്ന് പറയും. അപ്പൊ അതാണ് സോഷ്യൽ ലൈഫ്. ലിറ്റിൽ വൈറ്റ് ലൈഫ് എന്നും കൂടി പറയാറുണ്ട് ഇതിനെ. ജസ്റ്റ് വെള്ളം കുടിച്ചാൻ വേണ്ടിട്ട് പറയുന്നൊക്കെ രീതിയിൽ കേട്ടോ. സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കില്ല എന്റെ ക്ലാസ് എങ്ങനെയുണ്ട് മക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇപ്പം ഇത്തിരി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഇല്ല മിസ് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ പറയൂലേ. ദാറ്റ്സ് കൈൻഡ് ഓഫ് സോഷ്യൽ ലൈഫ്. മനസ്സിലായോ? ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പോ നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാം ഡീവിയേഷൻ, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ ത്രൂ വർക്കിംഗ് ആണ്. ആദ്യം നമ്മളുടെ മോൺസോറി എൻവയോൺമെന്റ് കുട്ടികളെ എന്ത് ചെയ്യാം, കുട്ടികളെ മോൺസോറി എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരാ. ഒരു എന്താ പറയുക റിലേഷൻ, ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാം. മോൺസോറി എൻവയോൺമെന്റ് ആയിട്ടൊരു ഒരു നല്ലൊരു മിംഗ്ലിംഗ് അവർ കുറച്ചും കൂടി അവർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻവയോൺമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ ഓരോ വർക്കുകൾ ചെയ്യിപ്പിക്കാം. മോണ്ടിസോറി അപ്പാരറ്റിക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെ കൊണ്ട് ഓരോ വർക്കും ചെയ്യിപ്പിക്കാം. ഈ വർക്കിലൂടെ വർക്ക് അവർക്ക് എന്ത് ഇൻക്രീസ് ചെയ്യും, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോള്, അവരുടെ മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ അവര് ഒബീഡിയന്റ് ആയിട്ട് മാറും. അവർക്ക് എന്താ പറയാ പേഷ്യൻസ് വരുന്നു. അവർക്ക് അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നു. അവർക്ക് കുറെ നേരത്തേക്ക് ഒരു വർക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി നേരം കോൺസെൻട്രേറ്റ് ചെയ്തൊരു വർക്കിൽ തന്നെ അവർക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർ മാറുന്ന എങ്ങനെയായിരിക്കും, അവർക്ക് സന്തോഷം കിട്ടും. നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും കിട്ടുന്നത്, ഒരു ജോയ് ആയിരിക്കും കിട്ടുന്നത്. നമുക്കായാലും സെൽഫ് എക്സ്റ്റീം നീഡോ നമ്മൾ നീഡ്സിൽ പഠിക്കുന്നുണ്ട്. സെൽഫ് എക്സ്റ്റീം നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുവെച്ചാല് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. അതേപോലത്തൊരു ജോയ് ആയിരിക്കും കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു സന്തോഷം കിട്ടും. അതുവഴി കുട്ടികൾ എന്തായിട്ട് മാറുന്നു, നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആയിട്ട് മാറുന്നു. ഈ നോർമലൈസ്ഡ് കുട്ടികളെ അല്ലെങ്കിൽ ഈ ഡീവിയേഷൻ മാറി നോർമലൈസ്ഡ് ആക്കി മാറ്റുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന ഒരു പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. എന്താണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ് പറയുന്നത്, ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ എല്ലാവരും ഒരുമിച്ച് പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. ഓക്കെ, യൂണിറ്റ് 6 നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുള്ളൂ. ക്ലാസ് ഒന്നും എടുത്തു പോകുന്നില്ല. കാരണം ഈ നോർമലൈസേഷൻ ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കുട്ടികളില് ഞാൻ പറഞ്ഞു ഇല്ലേ, മുതിർന്ന കുട്ടികള് എങ്ങനെ മനസ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അതിന് വേണ്ട ഹെൽപ്പുകളൊക്കെ കൊടുക്കും. അതേപോലെ ഈ കുട്ടികൾ തമ്മിൽ ഒരു നല്ല കെട്ടുറപ്പ് ഉണ്ടാവും. കെട്ടുറപ്പെടാ, കൊഹീഷൻ മീൻസ് കെട്ടുറപ്പെട്ടാ. ഒരു നല്ല ഐക്യം ഉണ്ടാവും, നല്ല കെട്ടുറപ്പ് ഉണ്ടാവും. ഓക്കെ, കെട്ടുറപ്പ് ഉണ്ടാവും.
അപ്പൊ ദേ ക്ലോസ് ടു ഈച്ച് അതർ. അവര് എല്ലാവരും തമ്മിൽ നല്ല ക്ലോസ് ആയിരിക്കും. നമ്മുടെ ഈ നോർമലൈസ്ഡ് ചൈൽഡ് ഡീവിയേഷൻ ഒക്കെ മാറി നമ്മൾ നോർമലൈസ്ഡ് വർക്കിലൂടെ നോർമലൈസ്ഡ് ആക്കി മാറ്റിയ കുട്ടികൾ വളരെ ക്ലോസ് ആയിരിക്കും. ദേ ലവ് ഈച്ച് അതർ, ദേ ക്ലോസ് ടു ഈച്ച് അതർ. അവർ ടുഗദർനെസ് ഉണ്ടാവും, അവരൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തൊരുമ, ലവ് ഉണ്ടാവും, ഷെയറിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും, ഹാർമണി ഉണ്ടാവും. ഫ്രം Montessori environment, the child are apt for the outer world. They fit for the outer world. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികള് മോണ്ടിസോറി എൻവിയോൺമെന്റ് നല്ല ഷെയറിംഗ് ഹാബിറ്റ്സും ഹാർമണി, ഐക്യം, അതേപോലെ തന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ലവ്, അതേപോലെ ഷെയറിംഗ്, ടുഗദർനെസ് എല്ലാം അവര് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെ അവർ പഠിക്കുന്നത് കൊണ്ട് അവരെന്താണ് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഔട്ടർ വേൾഡിലേക്ക് പോകുമ്പോൾ ഇതേ ക്യാരക്ടർ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് പുറത്തും കാണിക്കുന്നത്. സോ അവർക്ക് മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹമായിരിക്കും, എല്ലാവരും റെസ്പെക്ട് ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. അവർക്ക് ഭയങ്കര പേഷ്യൻസ് ആയിരിക്കും. നമ്മൾ അറിയാം ഒരു വർക്ക് ചെയ്യുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവന് പെട്ടെന്ന് ടെമ്പർ വരും. എത്ര ജോലിയുടെ സ്ട്രെസ് ആണെങ്കിൽ പോലും ഭയങ്കര ഹെവി ലോഡ് വർക്ക് ആണെങ്കിൽ പോലും അവൻ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. അപ്പൊ അതൊക്കെ അവൻ ഇവിടെ തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ പഠിക്കണം. ഒത്തിരി നേരം അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊന്നും അവന് പ്രശ്നമായിരിക്കില്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവൻ ഒബീഡിയന്റ് ആയിരിക്കും, പേഷ്യൻസ് ഉണ്ടാവും, അതേപോലെ ഭയങ്കര നല്ല ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നോർമലൈസ്ഡ് ചൈൽഡ് എങ്ങനെയുള്ളവരായിരിക്കും? നല്ല കെട്ടുറപ്പുള്ള, നല്ല ഐക്യമുള്ള, നല്ല ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ള, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. In a Montessori classroom, the children are provided with the environment capable of being nourished. Teachers is careful about the various stages of development of the child and help him with his internal needs. അവന് ഓരോ സ്റ്റേജസിലും നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഡെവലപ്മെന്റിന്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. അവരുടെ ഇന്റേണൽ നീഡ്സ് എന്താണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവരെന്ത് ചെയ്യണം, ഫ്രീഡം കൊടുക്കണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവരെ അലൗ ചെയ്യണം. നമ്മൾ കൊടുക്കേണ്ട വർക്ക് മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ അവരോട് ഇഷ്ടമുള്ള വർക്ക് ചെയ്യാൻ പറയും. ഇനി അത് വർക്ക് ചെയ്യാനായിട്ട് അവന്റെ ടേൺ വരെ അവൻ വെയിറ്റ് ചെയ്തോളും. കാരണം അവന് മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ അവന്റെ ആ ഒരു ടേൺ ആവുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തോളും. അവൻ അതിന്റെ പേഷ്യൻസ് നമ്മൾ ഈ ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ അവന് ഏൺ ചെയ്തിട്ടുണ്ട്. Thus the child is able to work as per his will. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് അവൻ അലൗ ചെയ്യാം. So his mental and physical energy work in unison. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവര് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മെന്റൽ എനർജി അതേപോലെ ഫിസിക്കൽ എനർജി ഒരുമിച്ച് നല്ല യൂണിസണോട് കൂടി, നല്ല ഒത്തൊരുമയോട് കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ചൈൽഡ് ബിക്കം നോർമലൈസ്ഡ്. അങ്ങനെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരു വർക്കിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാഷൻ തന്നെ പ്രൊഫഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയാം, കാരണം നമ്മുടെ പാഷൻ എന്താണോ അത് തന്നെ നമ്മുടെ പ്രൊഫഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ ഭാഗ്യം. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ അത്ര എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ടീച്ചിങ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്, പാഷനാണ്, അത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ അത്രയും എൻജോയ് ചെയ്തായിരിക്കും ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. മറ്റു ഒരു ആക്ടിവിറ്റീസ് ഞാൻ അക്കൗണ്ടന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത, പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാല് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ക്ലാസ് എടുക്കാനായിട്ട്. അത് നമ്മളുടെ പാഷൻ എന്താണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരെ ക്ലാസ് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. വലിയ കുട്ടികളെക്കാളും ഭയങ്കര ഇഷ്ടം കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ആ മിങ്കിൾ ചെയ്ത് ആ ഒരു നമ്മളും ആ ഒരു ഏജിലേക്ക് പോകും. ജസ്റ്റ് അവരെ പോലെ തന്നെയായിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മളുടെ ഒരു വർക്കിലേക്ക് നമ്മുടെ മെന്റൽ മൈൻഡും അതേപോലെ നമ്മുടെ ഫിസിക്കൽ എനർജിയും കൂടി ആ ഒരു വർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താവും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഫിസിക്കൽ എനർജി മെന്റൽ എനർജി നമ്മുടെ ഒരു വർക്കിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിനോട് നമുക്ക് അത്രയ്ക്കും ഇഷ്ടം വേണം. നോക്കാം. Thus in Montessori classroom become a gathering of normalized child. When the children are normalized, it is possible to give them a perfect freedom in the class.
നമ്മൾ മോൺസോറി എൻവയോൺമെന്റിൽ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവർക്ക് വേണ്ട ഫ്രീഡം നമുക്ക് അലോ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫ്രീഡം അലോ ചെയ്യുമ്പോൾ അവര് ആ ഫ്രീഡം ദുരുപയോഗപ്പെടുത്തൊന്നുമില്ല. അവരത് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യും. അവരവിടെ പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം എടുക്കുമ്പോൾ നമുക്കറിയോ ഏതൊക്കെ മെറ്റീരിയൽസ് എവിടെയൊക്കെയാണ് അതിൻ്റെതായ പ്ലേസിലായിരിക്കും അവര് ആ മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കും. സോ ഇങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഈസ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. ഇവരെയാണ് ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ മൊത്തം നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ referred to by മോണ്ടിസോറി. മോണ്ടിസോറി പറയുന്ന നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിലെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ ഒക്കെ മാറി അവർ വർക്ക് ചെയ്തതിലൂടെ അവർക്ക് കോൺസെൻട്രേഷനും സെൽഫ് എക്സ്റ്റീമും സെൽഫ് കോൺഫിഡൻസും പേഷ്യൻസും ഒബീഡിയൻസും ഡിസിപ്ലിനും എല്ലാം അക്യൂർ ചെയ്ത് അവർ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുമ്പോൾ ആ കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ or society of cohesion എന്ന് പറയുന്നത്. This is something formed by the attraction between or among children. ഇത് കുട്ടികൾ തമ്മിൽ ഒരു കെട്ടുറപ്പാണ്. അവർ തമ്മിൽ നമ്മൾ കാണുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരാൾക്ക് കാലിന്റെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റില്ല, മറ്റൊരാളെ അത് ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ എന്താണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. Is the natural and spontaneous purification of the cohesion. ഇത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ആരെയും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളോട് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഓർഡർ കൊടുക്കുന്ന ഒന്നുമില്ല. പക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ട്രെയിൻ ആവുകയാണ്. അവർക്ക് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ അവരെ മുതിർന്നവര് ഹെൽപ്പ് ചെയ്തിട്ടില്ല. സോ അത് തന്നെയാണ് അവര് ഇനി വരാൻ പോകുന്ന കുട്ടികളോട് അവരെ കാണിക്കുന്നത്. Children are able to attain such cohesion because they are naturally full of love. എന്തുകൊണ്ടാണ് ഈ ഒരു പിക്ചറൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാവും, നാച്ചുറലി ലവ് ഉണ്ടാവും, സിമ്പതി ഉണ്ടാവും, ആൻഡ് ഫീൽ ഫോർ അതേഴ്സ്. അവരെ വിഷമാകോ അല്ലെങ്കിൽ അവർക്ക് വിഷമമായിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും വഴക്ക് പറയാൻ ഭയങ്കര വിഷമമുള്ള ആളാണ്. അടിക്കൊന്നുമില്ല കേട്ടോ, വഴക്ക് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, അവർക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ പറയില്ല. ചില എന്തെങ്കിലും തെറ്റാണെങ്കിൽ പോലും ആ ഒരു ദേഷ്യത്തോടെ ഒന്നും പറയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ, മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. എന്താണ് സോഷ്യൽ ലൈ അവിടെ പ്രയോഗിക്കും. ഓക്കെ സോഷ്യൽ ലൈ എന്നല്ല, ഏകദേശം അവർക്ക് വിഷമാവാത്ത രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കും. എന്നുവെച്ചാല് ഇപ്പൊ ആ കുട്ടി എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വഴക്ക് പറയൂലേ, വഴക്ക് പറയാതെ അവൻ എന്ത് ഫീൽ ചെയ്യും. അപ്പൊ എല്ലാ കുട്ടികളും മുമ്പിൽ വെച്ച് ഞാനൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവന് ഭയങ്കരമായിട്ട് വിഷമാവും. അത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ മാത്രം മാറ്റിയിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയും. അപ്പൊ എന്താണ്, അവൻ ആ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് കേൾക്കുന്നതിനേക്കാളും നല്ലതാണ് അവരെ മാറ്റി നിർത്തി അവൻ മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. അപ്പൊ അവരെ ഞാൻ ചീത്ത പറഞ്ഞതുപോലെ ആദ്യം ചെയ്തു, അല്ലെങ്കിൽ അവനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവന് ഹേർട്ട് ആയിട്ടുണ്ടാവില്ല. ഞാനും ടീച്ചർ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ടീച്ചർ തന്നെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, therefore we should help them foster these quality by giving them the right environment and conditions. നമ്മളിപ്പോ കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള മോണ്ടിസോറി എൻവയോൺമെന്റും കണ്ടീഷൻസും നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിക്ക് നല്ലൊരു എന്താ പറയാ മുതൽക്കൂട്ടായിരിക്കും. കാരണം അവർ ഭയങ്കരമായിട്ട് എന്താണ് നല്ല ക്വാളിറ്റീസ് ഉള്ള നല്ല കുട്ടികളായിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ടീനേജേഴ്സിന്റെ ഒക്കെ പ്രശ്നം നമുക്കറിയാം. ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അവര് എങ്ങനെയാ അത് സോൾവ് ചെയ്യണേ നമുക്ക് നന്നായിട്ട് അറിയാം. പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതേപോലെ പെട്ടെന്ന് എടുത്തുചാട്ടില്ലാത്ത നല്ല പേഷ്യൻസ് ഉള്ള നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു ജനറേഷൻ നമുക്ക് വാർത്തെടുക്കാനായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ നമുക്ക് പറ്റും എന്നാണ് മരിയ മോണ്ടിസോറി നമ്മളോട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ, റീഡ് ചെയ്തേ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ.
പറഞ്ഞോടാ. ഈ എനർജി കൂടുതലുള്ള കുട്ടികളെ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കുറക്കാൻ പറ്റൂല? എന്താണ്? എനർജി കൂടുതലുള്ള കുട്ടികളെയും മോണ്ടിസോറി മെത്തേഡിലൂടെ കുറക്കാൻ പറ്റൂല? മോണ്ടിസോറി മെത്തേഡിലൂടെ നമ്മൾ എനർജി കൂടുതലുള്ള കുട്ടികളെ റൈറ്റ് ആയിട്ട് അവരുടെ എനർജി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറ്റും. അവർക്ക് എനർജി ഉള്ളത് നല്ലതല്ലേ, ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളല്ലേ നല്ലത്. ഒരു ആക്ടിവിറ്റി ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കുട്ടികളെക്കാളും എനിക്കിഷ്ടതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് അവരുടെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് നമുക്ക് അവരുടെ ആ ഒരു എനർജി ഈ ഒരു വർക്കിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യിപ്പിച്ച് നമ്മൾ അവർ ആ വർക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഒരു വർക്കും ചെയ്യാതിരിക്കുന്നതിൽ നല്ലത് കുറച്ച് എനർജിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെയാണ് നല്ലത്. ഒന്നും ചെയ്യാത്തവരെ നമുക്ക് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് പക്ഷേ എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരെ, ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റൂടാ. അപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കും അത് പ്രോബ്ലം അല്ലേ വളർന്നു വരുമ്പോ? ശരിയാണ്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് നമ്മൾ നോട്ടിച്ചൈൽഡ് എന്ന് പറയുന്നത്. നോട്ടിച്ചിൽഡ് അവൻ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിച്ച് പറഞ്ഞ ക്യാരക്ടേഴ്സ് അവരിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, പേഷ്യൻസ്. സോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഒറ്റയടിക്ക് നമുക്ക് ഒരു പേഷ്യൻസ് കൊടുക്കാന്നുള്ളൊരു കാര്യം അത് ചെയ്യല്ല. അത് വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് അവർ ഈ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അപ്പോ അവര് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ ടേൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എല്ലാ ഫ്രീഡവും നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഫ്രീഡം ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ടേൺ ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു പേഷ്യൻസ് ഒക്കെ അവന് അത് വർക്ക് ചെയ്യുന്നതിലൂടെ അവന് അത് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മോണ്ടിസോറി മെത്തേഡ് ഇപ്പല്ലേ വന്നത്, ആദ്യം അതൊന്നും ഇല്ലാലോ. നമ്മളെ നാട്ടിലൊന്നും മോണ്ടിസോറി സ്കൂൾ അങ്ങനെ ഇല്ല. എവിടെയാണ്? എന്റെ വടകര ഏരിയ അങ്ങനെ ഇല്ല. കോഴിക്കോട് അപ്പോ അങ്ങനെ ആദ്യമേ കൊടുത്തിട്ടില്ലെങ്കിൽ വളർന്നു വന്നിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക്. നമുക്ക് ഓക്കെ, ഇപ്പം നമ്മളുടെ കയ്യിലേക്ക് വരുന്ന കുട്ടികളുടെ ഏജ് അനുസരിച്ചാണ് വിചാരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഭയങ്കരമായിട്ട് ഇപ്പൊ ടീനേജേഴ്സിലേക്കൊക്കെ വന്ന പിള്ളേർക്ക് നമ്മൾ അന്ന് ന്യൂസ് ഒക്കെ വായിച്ചില്ലേ കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പൊ ആ കുട്ടികളെയൊക്കെ പോയിട്ട് നമുക്ക് നന്നാക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഒരു ഏജ് വരെയുള്ള കുട്ടികള് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഈ മൊബൈലിന്റെ ഓവറായിട്ടുള്ള യൂസേജും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അവർ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇതിലേക്ക് പോയിട്ടുണ്ട്. നമ്മളുടെ കയ്യിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 to ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആണ്. സോ നമുക്ക് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ നമുക്ക് നല്ല ബെറ്റർ ചൈൽഡിനെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് ഇപ്പൊ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്, ഇത്രയും ടീച്ചേഴ്സിന് ഓരോ കുട്ടികളെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കുട്ടിയെ ചിലപ്പോ ഞാൻ ഇത്രയും നാൾ പഠിപ്പിച്ചതില് ഇതേപോലത്തെ ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന് പാരന്റ്സ് 2 പേർക്കും ഗവൺമെന്റ് ജോബാ, അച്ഛനും അമ്മയ്ക്കും. അച്ഛൻ പോലീസും അമ്മ എന്തോ ക്ലർക്കൊക്കെ ആയിരുന്നു. അപ്പൊ അതില് അവനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ആദ്യം എന്താ സിറ്റുവേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്തു, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് മനസ്സിലാക്കി ദെൻ അത് നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഓരോ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ നോർമൽ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെങ്കിൽ ആ കുട്ടി ആയിരിക്കില്ല ചിലപ്പോ പ്രശ്നം, കുട്ടിക്ക് വന്നിരിക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പോ സൊസൈറ്റി ഓഫ് കൊഹീഷൻ വെച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞു. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ അടുത്ത് മാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ കുട്ടികളുടെ അടുത്ത് നമുക്ക് ഇതൊന്നും പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ലടാ, ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒത്തിരി വലിയ കുട്ടികളാണെങ്കിലും ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്ക് നോർമലൈസേഷനും ഡീവിയേഷനും ഒക്കെ അവരിൽ നോക്കാറുണ്ട്.
നോർമലൈസ്ഡ് ചൈൽഡ് ആണോ ഡീവിയേറ്റഡ് ചൈൽഡ് ആണോ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ +2 കുട്ടികളാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി വർക്ക് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് ഒത്തിരി പ്രോബ്ലം ചെയ്യിപ്പിക്കും. അപ്പോൾ ഡീവിയേറ്റഡ് ചൈൽഡിനെ നമുക്ക് നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അവര് ഏത് വർക്കാണോ ചെയ്യുന്നത്, നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്കായിരിക്കും. ഫിസിക്കലി ആണോ ചെയ്യിക്കുന്നത്, മെന്റലി ആണോ ചെയ്യിക്കുന്നത്, രണ്ടും ചെയ്യിക്കേണ്ടി വരും അല്ലെ? പ്രോബ്ലംസ് എനിക്ക് ജസ്റ്റ് പറഞ്ഞ കുട്ടി ചോദിച്ചെന്താണ് വലിയ കുട്ടികളെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാനത് പറഞ്ഞതിന് ആൻസർ എന്താണ്, അവരെ കൊണ്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും. ത്രൂ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഞാൻ മോണ്ടിസോറി അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. ഞാൻ അക്കൗണ്ടൻസി +1 +2 മുതൽ PG വരെയും ഉള്ള കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ എന്റെയിലേക്ക് വരുന്ന കുട്ടികൾ ഞാൻ കുഞ്ഞു കുട്ടികളുടെ അതേ രീതിയിൽ തന്നെ ഞാൻ അവരെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്മളുടെ ഈ ഡീവിയേഷന്റെ കാറ്റഗറിയിൽ വെച്ചിട്ട് ഇന്ന കുട്ടി ഇന്നതാണ്, ഇന്ന കുട്ടി ഇന്ന വീക്ക് ചൈൽഡ് ആണ്, ഇന്ന കുട്ടി ബ്രൈറ്റ് ആണ്. അവന് കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അവർക്ക് നല്ല രീതിയിലൊന്ന് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അവരെ നമുക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടതല്ല. പക്ഷെ വീക്ക് ചിൽഡ്രൻസിന് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വേണം അവരെ നോർമലൈസ്ഡ് ആക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഇതേ കാര്യങ്ങൾ മുതിർന്ന കുട്ടികളിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തൊക്കെ നോക്കും. എനിക്കത് അങ്ങനെ തോന്നി. നോർമൽ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലായാലും മുതിർന്നവരുടെ കാര്യത്തിലായാലും നമുക്കിത് നോക്കാനായിട്ട് പറ്റും. നോർമലൈസ്ഡ് ആണോ, ബ്രൈറ്റ് ആണോ, ഡീവിയേറ്റഡ് ആണോ, അവർക്ക് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടോ, അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആണോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികളാണോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് നോക്കാറുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കാറ്റഗറീസ് മാം പ്രോബ്ലം ചെയ്യാൻ കൊടുത്താല് അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയാ, നമുക്ക് തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എക്കണോമിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവര് എന്താ പറയാ ചെയ്യിപ്പിക്കുമ്പം ആ സമയത്ത് അവർക്ക് കൂട്ടാനും കുറക്കാനും പോലും അറിയാത്ത കുറെ കുട്ടികളുണ്ടായിരുന്നു +2. അത് മാത്രമല്ല പിന്നെ കാൽക്കുലേറ്റർ ഇട്ട് കുത്തുക, പിന്നെ പ്രോബ്ലം ചെയ്യാൻ കൊടുത്ത അവരുടെ ഒച്ചപ്പാടും ബഹളം നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റൂല. കൊറോണക്ക് ശേഷം വന്ന കുട്ടികളായിരുന്നു. SLC കൊറോണ ടൈമിൽ അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പ്രോഗ്രാം നടത്താൻ പറ്റിയാല് പിന്നെ ആ ഭാഗത്തേക്ക് വേറൊരാൾക്കും എടുക്കാൻ പറ്റൂല. അത്ര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അവരുടെ അടുത്തുനിന്ന് ഞാൻ പഠിപ്പിച്ചത് 40 ബോയ്സും 3 ഗേൾസും ആയിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം കൊറോണ അത്യാവശ്യം കുഴപ്പമില്ലടാ. നമ്മൾ പ്രോബ്ലം ചെയ്യിപ്പിച്ച് തന്നെ നമ്മൾ എടുത്തു കൊടുക്കുക, അത് ചെയ്യിപ്പിക്കുക, വീണ്ടും അവരെ കൊണ്ടത് സ്വയമായിട്ട് ബോഡി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഞാൻ ഒത്തിരി ചെയ്ത് നോക്കി. നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ റിസൾട്ട് കിട്ടുന്നൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോ ഞാൻ ചെയ്യിപ്പിച്ച് ഒരു 10-10ാമത്തെ മാസം ലാസ്റ്റ് ആയിരിക്കും അവർ ആ ആൻസർ ചിലപ്പോൾ ടാലി ആക്കുന്നത്. ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ ടാലി ആക്കുന്നത്, അല്ലെങ്കിൽ ടാലി ആക്കാത്ത കുട്ടികൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്റെ ലൈഫിൽ. അപ്പൊ ഞാൻ പക്ഷെ അവർക്ക് മാർക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്ന രീതി കൊണ്ട് അവർക്ക് ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നോട് പറയാറുണ്ട് കുട്ടികൾ. പറഞ്ഞിട്ട് മിസ് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് കേട്ടു. അത്ര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളൊന്നല്ല. എക്സാം എഴുതിയപ്പോൾ ഞാൻ ക്ലാസ്സിൽ മിസ്സിന്റെ സൗണ്ട് കേട്ടു, മിസ് ഇങ്ങനെ പറഞ്ഞു തന്നത് കേട്ടു എന്നൊക്കെ ഞാൻ എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഓക്കെ അവരുടെ ആ ഡീവിയേഷൻ മാറാണ്. നമ്മൾ പല രീതിയിൽ നമ്മളത് നോക്കി ഒബ്സർവ് ചെയ്ത് അവർക്ക് എന്ത് ഡീവിയേഷൻ ആണത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഓക്കെ, ആ ഒരു പിങ്ക് കവർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് റീജ. മെസ്സേജ് ഞാൻ പിൻ ചെയ്യാം. റീജ കാണിക്കാം മിസ്സേ. ക്യാമറ ഓൺ ആക്കിയാ? ക്യാമറ ഓണായി. ഒരു മിനിറ്റ്. റീജ ക്യാമറ ഓൺ ആണ്? ക്യാമറ. ഓക്കെ, നന്നായിട്ടുണ്ടേ. താങ്ക് യു മാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നത്? ക്ലാസ് വൈകിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് എടുക്കാം. അർച്ചനയാണോ? അതെ മാം. പറഞ്ഞോടാ. Live as if you were to die tomorrow. Learn as if you were to live forever. നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുക, എന്നേക്കും ജീവിക്കുന്നത് പോലെ പഠിക്കുക.
Thank you, ma'am. Thank you so much for your wonderful class. Thank you so much for my dear friends. Sign out by Archana Vishnu from Alappuzha. Thank you, ma'am. Thank you all.